ഞാൻ ഈ സിനിമ സെക്കൻഡ് ഷോയ്ക്കാണ് ഓഫീസൊക്കെ പറഞ്ഞു വെച്ചേക്കാം, പക്ഷെ പോവില്ല. പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ആ ഓഫീസിൽ പോയി ഞാൻ എന്നിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോ അയാളുടെ ഒരു മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ചു. ഇങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ശരിക്കും ആ സിനിമ കണ്ട് വീട്ടിൽ പോയി കിടന്ന് ഉറക്കം പറ്റില്ല. കാരണം രണ്ടുപേരും ഇങ്ങനെ ഇത് പറഞ്ഞ് ജീവിതം നശിപ്പിച്ചാണ്. മര്യാദക്കാരനാണ് ശ്രീനിവാസന്റെ കഥാപാത്രം. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം മര്യാദക്കാരാണ്. പിന്നെ ഞാൻ 9 വർഷം പ്രാക്ടീസ് ചെയ്തു. അതാണ് 9 വർഷം ഡിലേ ആയത്. ആ പ്രാക്ടീസാണ് നമുക്ക് നല്ല പാർലമെന്റേറിയനാകാനൊക്കെ ശരിക്കും. പിറ്റേ ദിവസം വൈകുന്നേരം അപ്പൊ ഞാൻ ഓഫീസ് അവിടെ ഹൈക്കോടതി ഓഫീസ് എല്ലാം പോവില്ല. പക്ഷെ പോകുന്ന വെച്ചാൽ രാവിലെ ഇതൊക്കെ തീരുമാനിച്ചിട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും സമരത്തിന് പരിപാടി ഇത് കണ്ടോട്ടെ. വളരെ സതീശന്റെ സന്ദേശം ഞാനൊരു വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടിക്ക് ഞാനിത് പറഞ്ഞത്. അതെ അതെ. ഇപ്പോഴും നമ്മൾ എന്തുകൊണ്ട് തോറ്റു ഇത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ ഈ സാധനം ഉണ്ടല്ലോ അത് ചർച്ച ചെയ്ത പോലെ ശങ്കരാചാര്യന്റെ കഥാപാത്രമൊക്കെ ചർച്ച ഞങ്ങൾ ഭയങ്കര ക്ലോസായിരുന്നു. ഞങ്ങൾ ഈ കമ്പനിയിലായിരുന്നു. ഞങ്ങൾ പുള്ളി സീനിയർ പുള്ളിയോടെ വരുമായിരുന്നു. ഈ പറയുന്ന കമ്പനിയില്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു വീട് അവിടെ പുള്ളിയും വരുമായിരുന്നു. ഇത് ഭയങ്കര സീരിയസ് ആണ്. ചിരിക്കൊന്നുമില്ല ശങ്കരാചാര്യൻ. വളരെ അപൂർവ്വം ചിരിക്കോ പറ്റുള്ളൂ. സിനിമയിലെ കഥാപാത്രം ഇതിൽ ഈ ഡയലോഗ് എന്ന് പറഞ്ഞ കാലാധിപത്യായി. അതെ അതെ ശരിയാ. ഇതൊരു പ്രസന്റേഷനായിരുന്നു. എനിക്ക് EMS ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. ഞാൻ അതിന്റെ ബേസ് കൊണ്ട് ഒരു സാധനം ഞാൻ പറഞ്ഞു. നിലമ്പൂർ ഇലക്ഷൻ തോറ്റുകഴിഞ്ഞിട്ട് ഞാൻ CPM തോൽപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ